ജമ്മു കാശ്മീരിൽ രണ്ടാം ഘട്ട വോട്ടെടുപ്പ് ഇന്ന് 6 ജില്ലകളിലെ 26 നിയമസഭാ മണ്ഡലങ്ങളിലേക്കാണ് വോട്ടെടുപ്പ്. വിശദാംശങ്ങളുമായി അതുല്യ ചേരുന്നു. അതുല്യ, ഒമർ അബ്ദുള്ള അടക്കമുള്ള പ്രമുഖരാണ് ഇന്ന് മത്സരിക്കുന്നത്. മറ്റേതൊക്കെ പ്രമുഖരാണ് ഇന്ന് മത്സരിക്കുന്നത്? പ്രിയ, നിലവിൽ ജമ്മു കശ്മീരിൻ്റെ മുൻ മുഖ്യമന്ത്രിയും അതുപോലെ തന്നെ ജമ്മു കശ്മീരിലെ നാഷണൽ കോൺഫറൻസിൻ്റെ വൈസ് പ്രസിഡൻറ്റുമായിട്ടുള്ള ഒമർ അബ്ദുള്ള, അതുപോലെ തന്നെ ജമ്മു കശ്മീർ കോൺഗ്രസിൻ്റെ പ്രസിഡൻ്റായിട്ടുള്ള താരിഖ് ഹമീദ്, അതുപോലെ തന്നെ BJPയുടെ തലവനായിട്ടുള്ള രവീന്ദർ റെയ്ന, അൽത്താഫ് ഖുബാരി, അതായത് അപ്നി പാർട്ടിയുടെ അൽത്താഫ് ഖുബാരി തുടങ്ങിയവരെല്ലാമാണ് ഇത്തവണ ഈ ഒരു രണ്ടാം ഘട്ട വോട്ടെടുപ്പിൽ ജനവിധി തേടുന്നത്. 26 സീറ്റുകളിലായാണ് മത്സരം നടക്കുന്നത്. അതായത് ജമ്മു കശ്മീരിൽ, അതായത് കശ്മീർ താഴ്വരയിലെയും ജമ്മുവിലെയും 6 ജില്ലകളിലായി 26 മണ്ഡലങ്ങളിലാണ് ഇന്ന് ഈ രണ്ടാം ഘട്ട വോട്ടെടുപ്പ് നടക്കുക. ആദ്യഘട്ട വോട്ടെടുപ്പ് സെപ്റ്റംബർ 18-നായിരുന്നു. ഈ രണ്ടാം ഘട്ട വോട്ടെടുപ്പിൽ 239 സ്ഥാനാർത്ഥികളാണ് മത്സരിക്കുന്നത്. 26 സീറ്റുകളിൽ നിന്നായി 239 സ്ഥാനാർത്ഥികൾ മത്സരിക്കുന്നുണ്ട്. 3 ഘട്ടങ്ങളിലായി 90 സീറ്റുകളിലേക്കാണ്, 90 നിയമസഭാ സീറ്റുകളിലേക്കാണ് ജമ്മുവിൽ മത്സരം നടക്കുന്നത്. അതിൽ തന്നെ ഏറ്റവും പ്രാധാന്യമുള്ള, അല്ലെങ്കിൽ ഏറ്റവും രാജ്യം തന്നെ ഉറ്റുനോക്കുന്ന മത്സരം, അല്ലെങ്കിൽ ആ ഒരു ഘട്ടമാണ് രണ്ടാം ഘട്ടം എന്ന് പറയുന്നത്. ജമ്മുവിലെ ഏറ്റവും സുരക്ഷാ ഭീഷണി നേരിടുന്ന, അല്ലെങ്കിൽ ഏറ്റവും അപകടകരമായ ജില്ലകളിലാണ് ഇത്തവണ ഈ രണ്ടാം ഘട്ട വിധിയെടുപ്പ് നടക്കുന്നത്. കശ്മീർ താഴ്വരയിൽ വരുന്ന പൂഞ്ച്, അതുപോലെ തന്നെ രജൌരി, റിയാസി എന്നീ 3 ജില്ലകൾ കഴിഞ്ഞ കുറേ മാസങ്ങളായി നിരന്തരം ഭീകരാക്രമണങ്ങളും ഭീകരരുമായുള്ള ഏറ്റുമുട്ടലുകളിലൂടെയും അതുപോലെ തന്നെ നുഴഞ്ഞുകയറ്റക്കാരുടെ ശ്രമങ്ങളിലൂടെയും എല്ലാം വാർത്തകളിൽ നിറഞ്ഞു നിന്നിരുന്ന 3 പേരുകളായിരുന്നു രജൌരിയും പൂഞ്ചും അതുപോലെ തന്നെ റിയാസി ജില്ലയുമെല്ലാം. ഈ കഴിഞ്ഞ ജൂൺ 9-ന് തീർത്ഥാടകരുടെ വാഹന വ്യൂഹത്തിന് നേരെ ആക്രമണം ഉണ്ടാവുകയും ആ വാഹനം കൊക്കയിലേക്ക് മറിഞ്ഞ് 9 തീർത്ഥാടകർ കൊല്ലപ്പെടുകയും ചെയ്തത് റിയാസി ജില്ലയിലാണ്. അതുകൊണ്ടൊക്കെ തന്നെ വളരെയധികം സുരക്ഷാ മാനദണ്ഡങ്ങൾ പാലിച്ചുകൊണ്ട് വളരെ വലിയ സുരക്ഷാ ക്രമീകരണങ്ങളാണ് ഈ രണ്ടാം ഘട്ട വോട്ടെടുപ്പിനായി ഒരുക്കിയിട്ടുള്ളത്. മാത്രമല്ല, ഈ രണ്ടാം ഘട്ട വോട്ടെടുപ്പിൻ്റെ സമയത്ത് ഏതെങ്കിലും തരത്തിലുള്ള ആക്രമണങ്ങൾക്ക് സാധ്യത ഉണ്ടാകുമോ എന്ന ആശങ്ക ശക്തമായി തന്നെ നിലനിൽക്കുന്നുണ്ട്. പ്രത്യേകിച്ചും ഈ കശ്മീർ താഴ്വരയിൽ വരുന്ന 11 മണ്ഡലങ്ങൾ, പീർപഞ്ച് മേഖലയിൽ വരുന്ന 11 മണ്ഡലങ്ങളിൽ ഏതെങ്കിലും തരത്തിലുള്ള ആക്രമണങ്ങൾക്ക് സാധ്യത ഉണ്ടാകുമോ എന്ന ആശങ്കയുണ്ട്. അതുകൊണ്ട് തന്നെ ഇലക്ഷന് മുന്നോടിയായി ഒരു സ്പെഷ്യൽ ഡ്രൈവിൻ്റെ ഭാഗമായി സുരക്ഷാ സൈന്യം പ്രത്യേക പാരാ കമാൻഡോസിൻ്റെ നേതൃത്വത്തിൽ അവിടെ തിരച്ചിലും മറ്റ് സുരക്ഷാ ക്രമീകരണങ്ങളും എല്ലാം നടത്തിയിരുന്നു. ഇത്തരത്തിൽ 4000-ലധികം സുരക്ഷാ ഉദ്യോഗസ്ഥരെ ഈ പീർപഞ്ച് മേഖലയിൽ മാത്രം വിന്യസിച്ചിട്ടുണ്ട്. ജമ്മു കശ്മീർ താഴ്വരയിലെ 3 ജില്ലകളിൽ മാത്രം 4000 സുരക്ഷാ ഉദ്യോഗസ്ഥരെ വിന്യസിച്ചിട്ടുണ്ട്. അവരിൽ തന്നെ പാരാ കമാൻഡോസിൻ്റെ ഒരു സംഘം വനങ്ങളിലും വനാതിർത്തികളിലും എല്ലാം ഭീകരരുണ്ടോ എന്ന കാര്യം പരിശോധിച്ച് ഉറപ്പുവരുത്തുന്നതിനായി ഒരു പ്രത്യേക സംഘത്തെയും നിയമിച്ചിട്ടുണ്ട്. ഇത്തരത്തിൽ വളരെ വലിയ രീതിയിലുള്ള സുരക്ഷാ സന്നാഹമാണ് ഈ രണ്ടാം ഘട്ട തിരഞ്ഞെടുപ്പിനായി ഒരുക്കിയിട്ടുള്ളത്. മത്സരം നടക്കുന്ന മറ്റ് 3 ജില്ലകൾ എന്ന് പറയുന്നത് ബുഡ്ഗാം, അതുപോലെ തന്നെ ശ്രീനഗർ, അതുപോലെ തന്നെ ഗന്ദേർബാൽ എന്നിവയാണ്. അതിൽ തന്നെ ഗന്ദേർബാൽ, ബുഡ്ഗാം എന്നീ ജില്ലകളിലെ 2 മണ്ഡലങ്ങളിൽ നിന്നായിരിക്കും ഒമർ അബ്ദുള്ള മത്സരിക്കുക. 2 മണ്ഡലങ്ങൾ, അദ്ദേഹം ഒരേ സമയം 2 മണ്ഡലങ്ങളിൽ നിന്ന് ജനവിധി തേടുന്നുണ്ട്. 2 മണ്ഡലങ്ങളിലും ഒമർ അബ്ദുള്ളയുടെ പ്രധാന എതിരാളികൾ എന്ന് പറയുന്നത് PDPയുടെ പാർട്ടിയാണ്. PDP പാർട്ടിയുടെ മുഹമ്മദ് മഖ്ഹൂരിയും അതുപോലെ തന്നെ അഹമ്മദ് മിറും, ഇവർ രണ്ടുപേരുമാണ് PDPയുടെ പ്രധാന സ്ഥാനാർത്ഥികളായി ഒമർ അബ്ദുള്ളയ്ക്ക് എതിരാളികളായി ഈ 2 മണ്ഡലങ്ങളിൽ നിന്ന് മത്സരിക്കുന്നത്. അതുപോലെ തന്നെ രവീന്ദർ റെയ്ന നൌഷേര മണ്ഡലത്തിൽ നിന്നാണ് മത്സരിക്കുക. വലിയ ആത്മവിശ്വാസത്തിലാണ് BJP നൌഷേര മണ്ഡലത്തിലുള്ളത്. കാരണം 2014 മുതൽ BJPക്ക് പ്രാധാന്യമുള്ള, അല്ലെങ്കിൽ 2014 മുതൽ ഏതാണ്ട് ഒരു പതിറ്റാണ്ടായി BJPക്ക് വേരോട്ടമുള്ള ഒരു മണ്ഡലമാണ് നൌഷാര. അതുകൊണ്ട് തന്നെ നൌഷാരയിൽ നിന്ന് രവീന്ദർ റെയ്ന വിജയിക്കുമെന്ന ആത്മവിശ്വാസം BJPക്കുണ്ട്. നിലവിൽ പോളിംഗ്, അല്ലെങ്കിൽ വോട്ടെടുപ്പ് ആരംഭിച്ചു കഴിഞ്ഞു. കൃത്യം 7 മണിക്ക് തന്നെ വോട്ടെടുപ്പ് ആരംഭിച്ചിട്ടുണ്ട്. ഒന്നാം ഘട്ട വോട്ടെടുപ്പിൽ 61% പോളിംഗ് എന്ന് പറയുന്നത്. ഏതാണ്ട് ഭേദപ്പെട്ട ഒരു പോളിംഗ് ആണ് രേഖപ്പെടുത്തിയത്. എന്നാൽ ഈ രണ്ടാം ഘട്ട വോട്ടെടുപ്പിൽ പോളിംഗ് അത്രത്തോളം എത്തുമോ എന്ന കാര്യത്തിൽ ആശങ്കയുണ്ട്. പ്രത്യേകിച്ചും അവിടെ കാലാവസ്ഥയുടെ പ്രശ്നമെല്ലാം തന്നെ നിലനിൽക്കുന്നുണ്ട്. എങ്കിൽ പോലും വോട്ടിങ്ങിൻ്റെ ആ തുടക്ക സമയത്ത് സാധാരണ കണ്ടുവരുന്നതിലും അധികം തിരക്ക് അനുഭവപ്പെടുന്നുണ്ട് എന്നാണ് മാധ്യമങ്ങളെല്ലാം തന്നെ റിപ്പോർട്ട് ചെയ്യുന്നത്. എന്തായാലും വരും മണിക്കൂറുകളിൽ പോളിംഗിൻ്റെ ശതമാനം, അല്ലെങ്കിൽ എത്രത്തോളം ആളുകൾ ഈ പറയുന്ന സുരക്ഷാ ഭീഷണിയെല്ലാം നിലനിൽക്കെ തന്നെ, ഏത് സമയവും ഒരു അപകട ഭീഷണി നിലനിൽക്കെ തന്നെ അത് മാറ്റിവെച്ച് പോളിംഗ് ബൂത്തിൽ എത്തുന്നുണ്ട് എന്ന് നോക്കാം അനുപ്രിയ.
ജമ്മു കാശ്മീരിൽ ഇന്ന് രണ്ടാം ഘട്ട വോട്ടെടുപ്പ് നടക്കുകയാണ്. ഒമർ അബ്ദുള്ള അടക്കമുള്ള പ്രമുഖർ ഇന്ന് ജനവിധി തേടും. BJP നേതാവ് രവീന്ദർ റെയ്നയും ഇന്ന് ജനവിധി നേടും. ഭീകരാക്രമണ ഭീഷണി നേരിടുന്ന രജോരി, പുഞ്ച് മേഖലകളിലും ഇന്ന് വോട്ടെടുപ്പ് നടക്കുകയാണ്. വിശദാംശങ്ങളാണ് അതുല്യ നൽകിയത്.